ഇന്ത്യ ഗവൺമെൻറ് ലേബർ കോഡുകൾ നടപ്പാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ് ഇന്നലെ. 2019 ആദ്യത്തെ കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന ആദ്യത്തെ കോഡ് പാസ്സാക്കി. ബാക്കിയുള്ള 3 കോഡുകൾ 2020 പാസ്സാക്കി. പാർലമെൻറ്റിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ചില പാർട്ടികളൊന്നും മിണ്ടിയില്ല. 2020 3 കോഡുകൾ പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഞാനെന്ന് പാർലമെൻറ്റ് മെമ്പറാണ്. രാജ്യസഭയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് അനുകൂലിച്ച വോട്ട് ചെയ്തു. ബി ജെ പിയുടെ പിന്നെ പ്രത്യേകം പറയാനില്ല. ഇടതുപക്ഷ പാർട്ടികളും DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയ ചില പാർട്ടികളുമാണ് അന്ന് എതിർത്ത് വോട്ട് ചെയ്തത്. ഈ ലേബർ കോഡുകൾ പാർലമെൻറ്റിൽ വന്നത് മുതൽ തൊഴിലാളി സംഘടനകൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ദേശീയ പണിമുടക്കുകൾ, നിരവധി പ്രക്ഷോഭങ്ങൾ, പാർലമെൻറ്റ് മാർച്ച് തുടങ്ങിയ ഒട്ടേറെ സമരങ്ങൾ നടത്തുകയുണ്ടായി. ഈ സമരങ്ങളിൽ നിന്നെല്ലാം BMS മാറി വന്നു. BMS ഒഴികെയുള്ള നാഷണൽ ട്രേഡ് യൂണിയൻസാണ് സമരത്തിന് തയ്യാറായി വന്നത്. AITUC, INTUC, CITU, HMS, DMKയുടെ LPF, AIUTUC തുടങ്ങിയ എല്ലാ സംഘടനയും, ഒരു 10 കേന്ദ്ര ട്രേഡ് യൂണിയനുണ്ട്. BMS മാത്രം മാറിയിരുന്നു. എന്നാൽ BMSനും ചില റിസർവേഷൻ ഉണ്ടായിരുന്നു. ചില കോഡുകളിൽ തൊഴിലാളി വിരുദ്ധമാണ്, അതിൽ മാറ്റം വരുത്തണമെന്ന് അവർ കത്ത് കൊടുക്കുകയും അവർ ഗവൺമെൻറ്റുമായി സംസാരിക്കുന്നുണ്ടെന്ന് ഞങ്ങളോടൊക്കെ പലപ്പോഴായി സംസാരിച്ചിരുന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ഈ കോഡുകൾ നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇന്നലെ ഇറക്കി കഴിഞ്ഞതിന് ശേഷം BMS ഇറക്കിയ ഒരു പ്രസ്താവന അത്ഭുതകരമാണ്. അവർ ഈ നയത്തെ, ഈ നിലപാടിനെ സ്വാഗതം ചെയ്തു. ഇത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് നല്ലതാണ് എന്നെല്ലാം ഉള്ളവരുടെ പ്രസ്താവന തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അപമാനകരമായ ഒരു സ്ഥിതിയാണ് BMS ഉണ്ടാക്കിയത്. മറ്റ് ട്രേഡ് യൂണിയനുകൾ, നേരത്തെ പ്രക്ഷോഭം നടത്തുന്ന, ദേശീയ പണിമുടക്കിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയനുകൾ പെട്ടെന്ന് തന്നെ യോഗം ചേർന്ന് ശക്തമായി പ്രതിഷേധിക്കുകയും വരുന്ന 26-ാം തീയതി ദേശവ്യാപകമായി പ്രതിഷേധ സമര പരിപാടികൾക്ക് ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളോട് സജീവമായ രംഗത്തിറങ്ങാൻ ദേശീയ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 29 നിയമങ്ങൾ, നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ ലേബർ കോഡുകൾ എന്ന 4 നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെൻറ് ഒരു ലേബർ കമ്മീഷൻ നിയമിച്ചു. ഗജേന്ദ്ര ഗാഡ്കർ അധ്യക്ഷനായ ലേബർ കമ്മീഷൻ ചരിത്രപ്രധാനമായ ഒരു റിപ്പോർട്ടാണ് ആ കമ്മീഷൻ കൊടുത്തത്. ILO അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളെ, കൺവെൻഷനുകളെ ആസ്പദമാക്കിയുള്ള തൊഴിൽ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവാൻ തുടങ്ങിയത് ഗജേന്ദ്ര ഗാഡ്കർ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ്. അതുമാത്രമല്ല, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ത്രികക്ഷി സമിതി അന്ന് രൂപം നൽകി. ILO മാതൃകയിൽ എല്ലാ വർഷവും ILC യോഗം ചേരാറുണ്ടായിരുന്നു. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ട്രേഡ് യൂണിയനുകൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമായിരുന്നു. അതൊരു ത്രികക്ഷി വേദിയാണ്. ട്രേഡ് യൂണിയനുകൾ, തൊഴിലുടമകൾ, ഗവൺമെൻറ്. ILC യോഗം ചേരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ILC ഉദ്ഘാടനം ചെയ്യുക. BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് വരെ എല്ലാ വർഷവും ILC യോഗം ചേർന്നിരുന്നു. BJP വന്നതിന് ശേഷം ആ പരിപാടി വേണ്ടാന്ന് വെച്ചു. തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും തൊഴിലാളി സംഘടനകളോട് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് മോദി ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ILO അംഗീകരിച്ച കൺവെൻഷൻസ്, പ്രമാണങ്ങളെ ആസ്പദമാക്കി ഇവിടെ ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങളുടെ എല്ലാം സത്തയെ പൂർണ്ണമായും ചോർത്തിക്കളയുന്നതാണ് ഇവിടെ പാസ്സാക്കിയ ലേബർ കോഡുകൾ. ഇത് പ്രോ എംപ്ലോയറാണ്, ആൻറ്റി ലേബറാണ്. തൊഴിൽ നിയമം എന്നതിനെ പറയാൻ പറ്റില്ല. ഡൂയിങ് ബിസിനസ് ഈസി എന്ന നീതി ആയോഗിൻ്റെയും കോർപ്പറേറ്റുകളുടെയും വാദത്തിന് അനുകൂലമായ വിധത്തിൽ പ്രോ കോർപ്പറേറ്റ്, പ്രോ എംപ്ലോയർ നിയമങ്ങളാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്ന ഫാക്ടറീസ് ആക്ട്, ID ആക്ട്, ബോണസ് ആക്ട്, പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട്, ESI ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് തുടങ്ങിയ മിക്കവാറും നിയമങ്ങൾ
ഒരു ചരിത്രപ്രധാനമായ നിയമങ്ങൾ ഇന്ന് അക്കാലത്ത് പറയാൻ പറ്റുന്ന നിയമങ്ങളായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഒരു സാർവദേശീയ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ആ നിയമങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമായി നിൽക്കുന്ന കാലമാണ്. ലോകത്ത് സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനം ശക്തമായിരുന്നു. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ രാഷ്ട്രീയത്തെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാടെടുക്കുമായിരുന്നു. വി ഗിരിയെപ്പോലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ വലിയ പങ്ക് വഹിച്ചിരുന്നു ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്ന നിയമങ്ങളിൽ കുറേ പരിരക്ഷ തൊഴിലാളികൾക്ക് കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും മാറുകയാണ്. ഇത് തൊഴിലാളികളുടെ അവകാശങ്ങൾ വൻതോതിൽ തകർക്കുന്നതാണ്.